ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് കവറിൻ്റെ പറഞ്ഞില്ലായിരുന്നു. പ്ലാസ്റ്റിക് കവറിൻ്റെ ചില കടകളിൽ നമ്മൾ കയ്യിൽ കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങണം എന്നൊക്കെ സമ്മതിച്ചു. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നാണ്. ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, എൻ്റെ കയ്യിൽ കവർ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചായിരുന്നു, അതെന്താ നിങ്ങൾ കവർ തരത്തില്ലേ എന്ന്. കവറ് തരുന്ന ഷോപ്സും ഉണ്ട്. ഓൾമോസ്റ്റ് മിക്ക കടകളിലും തരും. നമ്മൾ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ബെസ്റ്റ് ബേക്കറിയിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ആ കവറിലിട്ട് തന്നെയാണ് സംഭവം തരുന്നത്. അപ്പോൾ നമ്മളോട് കൂടുതൽ ഒരു പാല് വാങ്ങാൻ അല്ലെങ്കിൽ 2 പാല് വാങ്ങാനാണ് നമ്മൾ പോയതെങ്കിലും കവറുണ്ടോ എന്ന് കടക്കാർ ചോദിക്കുന്നത് അത്ര നല്ല മര്യാദയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാനിവിടെ പറഞ്ഞു, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ പലരും ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാൽ എക്സ്ട്രാ കയ്യിൽ വാങ്ങിച്ചു പിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മൾ വാങ്ങിച്ചു പിടിക്കാം എന്ന് കരുതിയായിരിക്കാം ഓൾമോസ്റ്റ് മിക്ക ടൈമിലും നമ്മൾ കടകളിൽ കയറിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങുന്നത്. ആ സമയത്ത് ചില സമയത്ത് നമ്മുടെ കയ്യിൽ കവർ ഉണ്ടായെന്ന് വരില്ല. ഇതെല്ലാത്തിനുപരിയായിട്ട് നമ്മളൊരു പേ ചെയ്തിട്ട് നമ്മളൊരു കാര്യം വാങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറിനെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ഉത്തരവാദിത്വമാണ്? ഷോപ്പിൻ്റെ ഓണേഴ്സിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം അതുകൊണ്ടിട്ട് അയാൾ ആ ഒരു കാര്യം ഒന്ന് കാണിച്ചത് കൊണ്ടിട്ട് ഞാൻ കടയെ മാറ്റി പിടിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ പാല് മാത്രമല്ല, അത്യാവശ്യം കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന ആളാണ്. അതടക്കം ഞാൻ നിർത്തിക്കളഞ്ഞു. ഒരു 2 രൂപ 3 രൂപയുടെ കാര്യത്തിന് ലാഭിച്ചതിൻ്റെയാണ്. അപ്പോൾ അതേ ഞാൻ ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് ഞാൻ വാങ്ങാറുണ്ട്, പക്ഷേ ഞാൻ എളുപ്പത്തിന് ഞാൻ വാങ്ങാറുള്ളത് റോയൽ ബേക്കേഴ്സിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ മാറ്റി പിടിച്ചു. കാരണം നമ്മൾ കാശ് കൊടുത്തിട്ട് വെറുതെ അവരുടെ ജാട കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇവയ്ക്ക് വാങ്ങിയത് വെജ് ബർഗറും പിന്നെ മറ്റേ പപ്സും അല്ലേടി, പപ്സും ആയിരുന്നേ. പിന്നെ എനിക്ക് വന്നിട്ട് ഒരു വെജിൻ്റെ റോളും ഒരു എഗ് പപ്സും. ഇവയുടെ ബർഗർ വെജ് അല്ല, ചിക്കൻ ആണല്ലേ, ചിക്കൻ ബർഗറാണ്. കൂട്ടത്തിൽ കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിച്ചു. പിന്നെ മാർഷ്മെലോ വാങ്ങിച്ചു. മാർഷ്മെലോ കുറേ ദിവസമായി സാറ പറയുന്നത്. അപ്പം ആ ചോക്ലേറ്റിൽ നമ്മൾ അമ്മമാർക്കും എന്താ ചോക്ലേറ്റ് കഴിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നൊരു മിൽക്കി ബാർ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അവൾ പറയുവാണ് ഗാലക്സി എൻ്റെ ആണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി അതും അടിച്ചു മാറ്റി. ബേക്കറി ഐറ്റംസൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ബേക്കറി പോയാൽ കൺട്രോൾ പോവും. അപ്പം വെജ് ബർഗർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട് വെജ്. നമ്മൾ ബെസ്റ്റ് ബേക്കറിലൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും എനിക്ക് സമാധാനമായത് അവിടെ നിന്ന് വാങ്ങാതെ റോയൽ ബേക്കേഴ്സിൽ നിന്ന് വാങ്ങാണ്ട് നേരെ ബെസ്റ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു ആശ്വാസം, ഒരു ആത്മസംതൃപ്തി കിട്ടി. നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും ജാട കാണേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. പാല് 1 കവറോ 2 കവറോ എന്നുള്ളതൊന്നുമല്ല പ്രോബ്ലം. നമ്മൾ കസ്റ്റമറിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാണ്. ബേക്കറീസ് ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നല്ലതല്ല നമുക്ക് തോന്നുവാണെങ്കിൽ നേരെ ഗുഡ് ബൈ, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ, എനിക്ക് വിശന്നിട്ട് പാടില്ല. ഇത്ര നേരമായി 3:30 മണിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കുട്ടികൾക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അവരിപ്പോഴൊന്നും ഫുഡ് കഴിക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ചോറ് കൊടുക്കണം. സെറയ്ക്ക് ഇതൊന്നും വേണ്ട കേട്ടോ, സെറ ചോക്ലേറ്റാണ് കഴിക്കുന്നത്. പക്ഷെ രാവിലെ അവൾ ചെറുപയറും ചോറെല്ലാം കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പം ബാക്കി കഴിച്ചിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെജിറ്റബിൾ ഹോൾ വീഡിയോ ഒന്നും കാണിക്കാനില്ല. യൂഷ്വലി ഞാൻ വാങ്ങുന്ന വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കണ്ടോ. സെറ ഇങ്ങ് വന്നേ. സെറ എന്താ കഴിക്കണേന്ന് കാണിച്ച് കണ്ടോ. സെറ മാർഷ്മെലോയും പിന്നെ ബ്ലൂബെറിയുടെ ലോലിപ്പോപ്പോ കഴിക്കുന്നത് കേട്ടോ. ഇതൊന്നും ഇഷ്ടമല്ല പുള്ളിക്കാരത്തേക്ക്, പപ്സും കാര്യങ്ങളൊന്നും ഇഷ്ടമൊന്നുമല്ല. മാർഷ്മെലോ ഒന്നും വാങ്ങിച്ച് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. എല്ലാം കൂടി കൊടുക്കൂല, കുറച്ച് വെച്ച് കൊടുക്കത്തുള്ളൂ. ഇനിയും അത്രയൊക്കെയുള്ളൂ. അപ്പം ഇനി കഴിക്കട്ടെ. ഹോൾ വീഡിയോ വേറെ ഉണ്ടോ? ഇനിയും മാർഷ്മെലോ ഉണ്ടെന്ന്. പക്ഷേ ഇനിയുള്ള മാർഷ്മെലോ ഒക്കെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കഴിക്കണ്ട, പതിയെ കഴിക്കാം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവാറ്റുപുഴയ്ക്ക് ഇത്തിരി പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞത്. വയനാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിവേ എല്ലാവരും ദുരന്തങ്ങളെല്ലാം മാറി നല്ലൊരു ദിവസങ്ങൾ ഇനി വരട്ടെ അല്ലേ. മഴ അധികം ആയാലും പ്രശ്നം, ചൂടധികം ആയാലും പ്രശ്നം. അപ്പം ക്ലൈമറ്റ് എന്താ പറയുന്നത്, എല്ലാം കൂടി ഒന്ന് ഇംബാലൻസ് ആയിരിക്കുവാണ്. എനിവേ എല്ലാവരും വീട്ടിലിരിക്കാൻ സാഹചര്യമുള്ളവർ, കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി കളിച്ച് നടക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. മാക്സിമം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും വളരെ സേഫായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും
ഞങ്ങളുടെ അടുത്ത കാര്യങ്ങൾ ചെയ്യട്ടെ. ഹോൾ വീഡിയോ ചിലപ്പം പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. വെജിറ്റബിൾസിൻ്റെ ഹോൾ വീഡിയോ പ്രത്യേകിച്ചൊന്നും കാണിക്കാറില്ല. അത്യാവശ്യം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗും അത്രയൊക്കെ ഉള്ളൂ. പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റേഷനറി ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഞാൻ പണ്ട് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ കോവിഡ് ടൈമിലൊക്കെ ഒത്തിരി ഇങ്ങനെ ഹോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം എനിക്കിങ്ങനെ പൊതുവേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. കലവിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ കുറച്ചും കൂടി അടുപ്പമാവണം. ഒരു ഇൻട്രോവേർട്ടാണ്. അടുപ്പമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെവിക്ക് ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ല ആരുടെ. അന്നേരം ഇപ്പം ഞാൻ കരുതിയിരുന്നു ആ സമയത്ത് നമുക്ക് ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് സെറ്റാക്കണം എന്നൊക്കെ. പക്ഷെ നടന്നില്ല. മറ്റു പല കാരണങ്ങളും കൊണ്ടും നടന്നില്ല. ഇനി ഇപ്പോഴാണ് അതിനുള്ള സമയം സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ബൈ ബൈ.